ശ്രീ മുഹമ്മദ് ഷിയാസ്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. ഓൺലൈനായി നൽകുന്ന ഈ സേവനങ്ങൾ അത് ഫലപ്രദമാണോ എന്നുള്ളത് ഒരു പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാകുമോ? മിനിസ്റ്റർ, പുതിയ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികളിൽ നമ്മൾ അതിനകത്ത് എത്രത്തോളം പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വേണം. ഇപ്പോൾ 90 ദിവസമാണ് എൻ്റെ നിയോജകമണ്ഡലമായ മട്ടാഞ്ചേരി സബ് റീജിയണൽ ഓഫീസിൽ ലേണേഴ്സിന് വേണ്ടി കൊടുത്താൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ എത്ര ദിവസം കാത്തിരിക്കണം? കുട്ടികൾ പെട്ടെന്ന് ലൈസൻസിന് വിദേശത്തൊക്കെ പോകാൻ ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ 90 ദിവസം ലേണേഴ്സിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ ഓഫീസിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അത്ര നടന്നു പോകാൻ കഴിയില്ല. മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, ഓഫീസ് ചോരുന്ന ഓഫീസാണ്, സിസ്റ്റങ്ങൾ തകരാറിലാണ്, പലപ്പോഴും ഓൺലൈൻ സംവിധാനങ്ങൾ കിട്ടുന്നില്ല, വാഹനമുള്ളത് തന്നെ ഡീസൽ അടിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞ് വാഹനങ്ങൾ ഓടുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് പരിശോധിക്കാനും അത് നടപടി സ്വീകരിക്കാനും ഉടനെ തന്നെ നടപടി സ്വീകരിക്കാൻ സമയബന്ധിതമായി സ്വീകരിക്കാനും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. മിനിസ്റ്റർ, ഡിപ്പാർട്ട്മെൻറ്റിന് അനുവദിച്ചിട്ടുള്ള തുക വെച്ചിട്ടാണല്ലോ നമ്മൾ എൻ്റെ എക്സ്പാൻഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ തുക വെച്ച് അല്ലെങ്കിൽ പ്ലാൻ അനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷം 8773 കോടി രൂപയാണ് ടാക്സായിട്ട് കിട്ടുമെന്ന് ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 7500 കോടിയിലധികം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ 2-3% ഇതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തുകയിലധികം, നമ്മൾ ചിലവാക്കുന്ന തുകയിലധികം തുക ഗവൺമെൻറ്റിലേക്ക് വരികയും ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുന്നൊരു വകുപ്പെന്ന രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വികസനം ടാക്സ് കൂടുന്നതിന് സഹായകമാകും എന്ന അഭിപ്രായവും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. അതെല്ലാം വിശദമായ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് സാർ.